പത്തനംതിട്ട കോന്നിയിൽ താൽക്കാലിക KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ച സ്ഥലത്ത് ഇന്ന് KSEB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. കലഞ്ഞൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. കലഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് ഇന്ന് സുബീഷിന്റെ സംസ്കാരം നടക്കുക. മരണത്തിന് കാരണം KSEBയുടെ അനാസ്ഥയെന്നും ആരോപണം ഉയരുന്നുണ്ട്. കരാർ ജീവനക്കാർ രാവിലെ മുതൽ ലൈൻ ഓഫ് ചെയ്തിട്ടാണ് പണിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ലൈൻ ചാർജ് ചെയ്യും ഷോക്ക് അടിച്ച് പോസ്റ്റിൽ നിന്നും താഴെ വീഴുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ദൃക്സാക്ഷി, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞത് ഒരു താൽക്കാലിക ജീവനക്കാർ പണിയുന്ന സമയത്ത് ഒരു മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്ത, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ ആ പയ്യൻ. ഗുരുതരമായ അനാസ്ഥയാണ്. KSEBയുടെ ഗുരുതരമായ അനാസ്ഥയാണ്. KSEB അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. കാരണം അവർ ആരും ഇവിടെ ഇല്ല. ഇപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും കരാറുകാരനുണ്ട് ഇവിടെ. അതേപോലെ കരാറുകാരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ശരിക്കും ഈ ലൈൻ ഓഫ് ചെയ്തിരുന്നു എന്ന് പറയുന്നെങ്കിലും എങ്ങനെയാണ് ഈ ഷോക്കേറ്റ് മരിച്ചു എന്ന് പറയുന്നത്? അതിലൊരു ദുരൂഹതയുണ്ടല്ലോ. അക്കാര്യത്തിനകത്താണ് ഇപ്പോഴും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്തത്. ഇന്നലെ രാവിലെ 9 മണി മുതൽ തന്നെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. കാരണം ഈ വൈദ്യുത പോസ്റ്റുകൾ മാറ്റുന്ന ജോലികൾ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നടന്നു വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലത്ത് വൈദ്യുത പോസ്റ്റുകൾ മാറ്റുന്നതിനിടെ കലഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള 35 വയസ്സുകാരൻ സുബീഷിന് ജീവൻ നഷ്ടമായത്. ഒരു വൈദ്യുത പോസ്റ്റ് മാറ്റി മറ്റൊരു വൈദ്യുത പോസ്റ്റിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന സ്റ്റേ കമ്പി അടിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് സുബീഷ് ആ പോസ്റ്റിൽ നിന്ന് താഴേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ ദേഹമൊക്കെ തീ കത്തിയ നിലയിലാണ് സുബീഷ് താഴേക്ക് വന്ന് വീണത് എന്നുള്ള കാര്യമാണ് ആളുകൾ പറഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കോന്നി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കലഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. വൈദ്യുത കമ്പികൾ അല്ലെങ്കിൽ വൈദ്യുതി പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചു എന്ന് പറയുമ്പോഴും എങ്ങനെ വൈകിട്ട് അവിടെ ഈ കമ്പിയിലേക്ക് എങ്ങനെ വൈദ്യുതി വന്നു എന്നൊരു കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി KSEB ഉദ്യോഗസ്ഥർ ഈ അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും KSEBയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇക്കാര്യത്തിനകത്ത് ഉണ്ടാവുക. KSEBക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. KSEB ആണ് ഈ സുബീഷിന്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യമാണ് നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഇനി ഇതിനകത്ത് KSEB എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് ഉച്ചയോടുകൂടി സുബീഷിന്റെ സംസ്കാരം നടക്കും. രാവിലെയോടുകൂടി തന്നെ ഏതാണ്ട് 10 മണിക്ക് ശേഷം KSEB ഉദ്യോഗസ്ഥർ ഈ അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.